വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി UDF പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ്, കോട്ടയം, ചെങ്ങന്നൂർ KSEB ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അപ്പു ജോൺ ജോസഫ് സംസാരിച്ചു. വീണ്ടും LDFന്റെ തുടർഭരണം താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കേരളത്തിനില്ല എന്നും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കടക്കാരനായാണ് ജനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ഒന്നിച്ച് പ്രവർത്തിക്കണം. ഇനി ഒരു ഭരണ തുടർച്ചയും കൂടെ താങ്ങുവാനുള്ള കെൽപ്പ് നമ്മുടെ ഈ ചെറു സംസ്ഥാനത്തിനില്ല. നമ്മുടെ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്കുമില്ല. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് വലിയ കടക്കാരനായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം 1.5 ലക്ഷം കോടി രൂപ കടമായിട്ട് തുടങ്ങിയ 8 വർഷം തുടങ്ങിയ സർക്കാർ ഇന്ന് 4 ലക്ഷം കോടി രൂപ കടത്തി നിൽക്കുകയാണ്. എല്ലാ മാസവും 2000 കോടി രൂപ 3000 കോടി ശമ്പളം കൊടുക്കുവാൻ കടം മേടിക്കുന്നു. ഇവിടെ ഒരു വികസന പദ്ധതിക്കെങ്കിലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? 3 ലക്ഷത്തിൽ പരം രൂപ ഇവിടെ മുടക്കിയെന്ന് പറയുന്നതിന് ഒരു വികസന പദ്ധതി പോലുമില്ല. ഐക്യജനാധിപത്യ മുന്നണി UDF സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഈ സർക്കാർ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ തൽസ്ഥിതി തുടരാൻ, സ്റ്റാറ്റസ് കോ തുടരാൻ നമുക്കൊരു സർക്കാരിന്റെ ആവശ്യമില്ല. വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് വികസനത്തിന്റെ പുതിയ പാത വെട്ടിത്തുറക്കുവാനാണ് ഇവിടെ സർക്കാരും നേതാക്കളും രാഷ്ട്രീയവും വേണ്ടത്. അത് ചെയ്യാൻ ഇവിടെ കെൽപ്പുള്ള ഏക ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണി മാത്രമാണ്. അത് ചെയ്യാൻ കെൽപ്പുള്ള പാർട്ടി നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയുള്ള വികസനത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സമരപരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.